Hi everyone, welcome back to English Ladder. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, "Can you come over to the airport to pick me up?" എയർപോർട്ടിൽ വന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യാവുമെന്ന്. പക്ഷെ അന്ന് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, "നോ." നിങ്ങൾക്ക് പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഒരാൾ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾക്കൊരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ നോ എന്ന് അവരോട് പറയേണ്ട ഒരു സാഹചര്യം. പലരും വളരെ റഫായിട്ട് അല്ലെങ്കിൽ വളരെ റൂഡായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അതിന് ഉപയോഗിക്കുന്നത്. നോ, ഐ കാൺട്ട്, നോ എന്ന് പറയുന്നു. ഇത് ഭയങ്കര റൂഡാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലും സ്പോയിൽ ചെയ്യാൻ സാധ്യതയുള്ളൊരു എക്സ്പ്രഷനാണ്. എന്നാൽ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാം എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ടെല്ലിങ് നോ in a very polite manner. So let's move on to the video. ആദ്യം തന്നെ നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ എൻ്റെ സുഹൃത്ത് വരുന്നു, എന്നോട് വരാമോ എന്ന് ചോദിക്കുന്നു, ഞാൻ നോ എന്ന് പറയുന്നു. സോ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, കാരണം അതാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു 3 സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, യു നീഡ് ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് പൊളൈറ്റ്. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുക. രണ്ടത് പൊളൈറ്റായിട്ട് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യവും നമ്മൾ പറയാറുണ്ട്, ഏറ്റവും മോശപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മൾ റാപ്പ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ പൊതിഞ്ഞ് പ്രസൻറ്റ് ചെയ്താൽ അത് ഇംപ്രസീവ് ആയിരിക്കും. ഇൻ ദ സെയിം വേ നോ എന്ന് പറയുമ്പോൾ പോലും അത് വളരെ പൊളൈറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന 2-3 എക്സ്പ്രഷൻസ് ആദ്യം തന്നെ കാണാം. I'm sorry, but I'm afraid I can't. I regret. I'm unable to. കാരണം ഇതൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അതിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഇങ്ങനെയുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. യു ക്യാൻ ബി ഓണസ്റ്റ് ആൻഡ് പൊളൈറ്റ്. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. സ്റ്റെപ്പ് നമ്പർ 2, എക്സ്പ്ലെയിൻ വൈ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് കുറച്ചൊരു റെസ്പെക്റ്റ് ഉണ്ടാകുക, നിങ്ങളുടെ സാഹചര്യം അവർ മനസ്സിലാക്കുക. 2-3 എക്സാമ്പിൾസ് പറഞ്ഞു തരാം. I've got another commitment at that time. Something else has come up. I'll be out of town. അതുപോലെ I've got a lot on my plate. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുറേ വർക്ക് ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം I've got a lot on my plate. സോ നമ്മൾ ഓണസ്റ്റ് ആയിട്ട് പൊളൈറ്റായിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗം സംസാരിക്കുന്നു. 2, എക്സ്പ്ലെയിൻ വൈ യു നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, come up with an alternative. ഇതിന് നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് പറയുക. ഫോർ എക്സാമ്പിൾ, maybe next time. I promise that I will come next time. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഞാൻ അടുത്ത തവണ എന്തായാലും ഇത് ചെയ്യും എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കാൻ വേണ്ടി. കണ്ടോ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സോ 1, ഓണസ്റ്റ് ആയിട്ട് പൊളൈറ്റായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. 2, എക്സ്പ്ലെയിൻ വൈ. 3, നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇനി ഇതിനൊക്കെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. So I'm coming up with some 6 examples which can help you when you communicate with others. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്, ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, "Hey dude, join me for a party this evening." ഇനി ഈവനിങ് ഒരു പാർട്ടി ഉണ്ട്, വാ ഞങ്ങളൊപ്പം വന്ന് പാർട്ടിയിൽ പങ്കെടുക്കുക. നിങ്ങൾ തിരക്കാണ്, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യാം. That sounds nice, but I'm not available. I'll make it next time. കണ്ടോ, കൊള്ളാം, നല്ല ഐഡിയ ആണ്, പക്ഷേ ഞാനില്ല, ഞാൻ അവൈലബിൾ അല്ല, ഞാൻ എന്തായാലും അടുത്ത തവണ വരാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ പാർട്ടിക്ക് പോകുന്നില്ല, പക്ഷെ നിങ്ങൾ വളരെ പൊളൈറ്റായിട്ടാണ് അത് ഡിക്ലൈൻ ചെയ്തത്. അതുപോലെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കമ്പനിക്ക് വേണ്ടി ഒരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്, അദ്ദേഹം തന്നെ ചെയ്യണം. പക്ഷെ അദ്ദേഹം നിങ്ങളോട് പറയുന്നു, എടോ ഈ അസൈൻമെൻറ്റ് എനിക്ക് വേണ്ടി ചെയ്യാമോ? ഇറ്റ് ഗോസ് ദിസ് വേ, ക്യാൻ ഐ ഡു ദിസ് പ്രസൻറ്റേഷൻ ഓൺ മൈ ബിഹാഫ്? എനിക്ക് വേണ്ടി, എനിക്ക് പകരം നീ പ്രസൻറ്റേഷൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അത് കമ്പനി പോളിസീസിനെതിരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, I'm honored that you asked me, but I can do it. It's against the policies of the organization. കണ്ടോ, a nice way of telling it. അത് നിങ്ങൾ പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചത് സന്തോഷമുണ്ട്, അതിലെനിക്ക് അഭിമാനമുണ്ട്, പക്ഷേ അത് കമ്പനിയുടെ നിയമങ്ങൾക്കെതിരായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. A very polite way of telling no to a situation. Now let's move on to the third situation. ഒരാൾ ഒന്ന് ചോദിക്കുന്നു, "Can you do me a favor?" എനിക്കൊരു സഹായം ചെയ്യാമോ? നിങ്ങൾ ഓൾറെഡി വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡായിട്ടിരിക്കുവാണ്, യു ആർ സോ എക്സോസ്റ്റഡ്. അപ്പോൾ നിങ്ങൾ പറയുന്നു, "I'm sorry, but I can't help you at this time." ക്ഷമിക്കണം, I'm sorry. See the first part, how polite it is. എനിക്ക് ഇപ്പം നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. So that means that you might help him next time. ചിലപ്പോൾ അടുത്ത തവണ നിങ്ങൾ സഹായിക്കാൻ സാധ്യതയുണ്ട്. That's the third one. ഇനി നാലാമത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ സാധാരണ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ വന്ന് നിങ്ങളുടെ ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരാൾ വിളിച്ച് ചോദിക്കുന്നു, "Can you transfer some money for charity work?"
അപ്പോൾ നിങ്ങൾ പറയുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടൈം, ഇതല്ല അതിനൊരു ശരിയായ സമയം, ഐ എം ഓൾറെഡി ഇൻ ഡിഫിക്കൽറ്റി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സി യു ഇൻറ്റെൻഡ് ടു ഡു ദാറ്റ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയില്ല, അതിനൊരു അവസരമില്ല, അതുകൊണ്ട് നിങ്ങൾ നോ പറയുമാണ് ഇൻ എ വെരി പൊളൈറ്റ് വേ. Now let's move on to the fifth situation. നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്നു, ഏ കം ഓൺ ലെറ്റ്സ് ഗോ ഫോർ എ ഷോപ്പിംഗ് ടുഡേ. നിങ്ങളപ്പോൾ ബിസിയാണ്, നിങ്ങൾക്ക് പറയാം ഐ എം നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെൻറ്റ്, മേ ബി നെക്സ്റ്റ് ടൈം. ഞാനിപ്പോൾ അവൈലബിൾ അല്ല, അടുത്ത തവണ നോക്കാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും വർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ എൻഗേജ്ഡ് ആയിരിക്കാം, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഐ എം നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെൻറ്റ്. Now let's move on to the sixth and the last situation. വീണ്ടും ഒരു ഓഫീസിലെ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു സിറ്റുവേഷനാണ്. അവരെല്ലാം ഒന്നിച്ച് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ വിളിച്ച് നിങ്ങളെയും അതിൻ്റെ ഒപ്പം അവർ ജോയിൻ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ദേ കോൾ യു അപ്പ് ആൻഡ് ആസ്ക് ദിസ് വേ, hey we are planning something this weekend, can you come over or why don't you join us? അപ്പോൾ നിങ്ങൾക്ക് പറയാം I'm sorry, I really appreciate you asking me that, but I can't commit to it right now. ഐ റിയലി അപ്രീഷിയേറ്റ്, നിങ്ങൾ എന്നോട് ചോദിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഐ റിയലി അപ്രീഷിയേറ്റ്, പക്ഷേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കിപ്പോൾ അത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ഇറ്റ്സ് അബൌട്ട് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ടെലിങ് നോ ടു സംവൺ ഓർ സംതിങ്. പല സിറ്റുവേഷൻസിലും നമ്മൾ നോ പറയേണ്ടി വരും. നോ പറയേണ്ടിടത്ത് ഡെഫിനറ്റായിട്ട് നമ്മൾ നോ പറയണം, ബട്ട് ഇറ്റ് ഷുഡ് ബി എ വെരി പൊളൈറ്റ് വേ ഓഫ് ടെലിങ്. അത് ഫോർമൽ സിറ്റുവേഷൻ ആവാം, ഇൻഫോർമൽ സിറ്റുവേഷൻ ആവാം, മറ്റുള്ളവരെ ഒരിക്കലും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നോ പറയാൻ നമ്മൾ പഠിക്കണം. സോ ഐ ഹോപ്പ് ദാറ്റ് ദി ഫസ്റ്റ് 3 steps about which I spoke to you and the following 6 explorations that I taught you would definitely help you to do that next time. അപ്പോൾ നന്നായിട്ട് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. I'll see you with another video soon. Until then, you take care and it's bye from Jijo. Thank you.